BNP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി അവരെ പൈസ കൊടുത്ത് വിലക്കെടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇത് അധിക കാലം നീണ്ടു പോകത്തില്ല. യൂനിസിനെ അടുത്ത എതിർപ്പാണ് നേരിടേണ്ടി വരും. ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിലിറ്ററിയുടെ കാര്യമാണ് ഏറ്റവും കോമഡി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ യുഎന്നിന്റെ പീസ് കീപ്പേഴ്സ് ആയിട്ട് പോകുന്നത് ബംഗ്ലാദേശ് പട്ടാളക്കാരാണ്. അതെന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണ് ബംഗ്ലാദേശ് ഇത്രയും പട്ടാളക്കാരെ പീസ് കീപ്പേഴ്സ് ആയിട്ട് അയക്കുന്നത്? അതിന്റെ ഒറ്റ കാരണങ്ങളൊന്നും അവരുടെ രാജ്യത്തിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. ബംഗ്ലാദേശ് മിലിറ്ററി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈന്യത്തിന്റെ ഒരു വലിയ വിഭാഗം പേരെ എന്ത് ചെയ്യണം, ഈ പീസ് കീപ്പേഴ്സ് ആയിട്ട് വിടുക യുഎന്നിന്റെ. കാരണം അവർക്ക് വേറെ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ്, സൗഹൃദത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു ആർമി എപ്പോഴും റെഡി ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആർമിയിൽ ഒരു വലിയ വിഭാഗം പേര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് യുഎന്നിലെ പീസ് കീപ്പേഴ്സ് ആയിട്ട് അയക്കും. എന്നിട്ട് അവരിപ്പോഴും പറയുന്നത് പ്രൗഡ് ആയിട്ടാണ്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പീസ് കീപ്പേഴ്സിനെ അയക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ബംഗ്ലാദേശ് അയക്കാനുള്ള പ്രധാന കാരണം അവരുടെ രാജ്യത്തിന്റെ കയ്യിൽ മിലിറ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശമ്പളം കൊടുക്കാനുള്ള പൈസ ഇല്ല. അല്ലെങ്കിൽ അത്രയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഫുൾ സാലറി ഇവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അവരുടെ ബജറ്റ് വീണ്ടും കുറയും, അവരുടെ എക്കണോമിയെ പിന്നെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് വീണ്ടും താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ്, മിലിറ്ററി ചീഫ് കണ്ടെത്തിയ ഒരു എളുപ്പവഴിയാണ്. ഏകദേശം $1500 രൂപയാണ് പ്രതിമാസം ആവറേജ് ശമ്പളം കിട്ടുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, യുഎൻ കൊടുക്കുന്ന ശമ്പളം. ഈ ബംഗ്ലാദേശി പട്ടാളക്കാരെ വെച്ചുകൊണ്ടാണ് ഇന്ത്യ പിടിക്കാനും മറ്റേ വടക്കിഴക്കൻ സംസ്ഥാനം പിടിക്കാനും ഒക്കെ ഇവരിൽ പലരും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിനിടയിൽ ഷേഖ് ഹസീന മുഹമ്മദ് യൂനിസിനെതിരായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മിലിറ്റന്റുകളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിനെ എഴുതി വിൽക്കുകയാണ് എന്നാണ് ഷേഖ് ഹസീന പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ അമേരിക്കയ്ക്ക് വിൽക്കുന്നു എന്നാണ് കൃത്യമായിട്ട് ഹസീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവാമി ലീഗിനെ നിരോധിച്ച നീക്കത്തെയും ശക്തമായിട്ട് അവർ എതിർത്തിട്ടുണ്ട്. ഹസീന പടിപ്പടിയായിട്ട് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നവരാണ് വീണ്ടും. അതേസമയത്ത് അവിടെ മുഹമ്മദ് യൂനിസിന് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ചേർന്ന രഹസ്യ യോഗം തൽക്കാലം ഈ തൽസ്ഥിതി തുടരട്ടെ എന്ന് തീരുമാനിച്ചെങ്കിലും ഒട്ടും സേഫ് അല്ല മുഹമ്മദ് യൂനിസിന്റെ കസേര. എപ്പോൾ വേണമെങ്കിലും അത് തെറിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.